തുടങ്ങി. ഹേയ് ഹലോ, വെൽക്കം ടു ഹെൽമെറ്റ് ടൈൽസ്. എൻ്റെ പേര് അമർ. എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു എപ്പിസോഡ് 5. യെറസ്, ഹൊറേ മാർട്ടിൻ്റെ യെറസ്. യെറസ് അല്ല, ഹെരസ്. ഹെരസ്, ഹെരസ്. ഹൊറേ ഹെരസ്. യെസ്, ഹെരസ്. ഹെരസ്. പറയാൻ പഠിക്കും. സ്പെയിൻ. വെൽക്കം ടു സ്പെയിൻ ജി പി. സ്പെയിൻ ജി പി. സ്പാനിഷ് ജി പി. സ്പാനിഷ് ജി പി. അതും തെറ്റിച്ചു. ഫുള്ള് ഡാർക്ക്. പക്ഷേ സ്പാനിഷ് ജി പി പറ്റി നിങ്ങൾ പറഞ്ഞു തുടങ്ങിയോ? സ്പ്രിന്റ് ഔട്ട് ഈ വീക്കെൻഡ് ഇടയിൽ നിനക്ക് എന്ത് തോന്നി? അതാ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് ജി പിയുടെ റിസൾട്ട്. എൽ ഡാബ്ലോ വീക്കെൻഡ് ആയിരുന്നു. കോർത്തറാറോടെ ഞാൻ ഈ റേസ് കണ്ടപ്പോഴേ ക്വാളിഫയേഴ്സും പ്രാക്ടീസ് സെഷനും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ പഴയ 2021 ക്വാർട്ടറാറോരെ തിരിച്ചു കിട്ടിയതുപോലെ ഞാനേ കണ്ടുള്ളൂ. ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നേ സമയത്ത് ഫോണിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ഞങ്ങളെല്ലാരും സംസാരിക്കും, അതിന്റെ ഇടയിൽ സൈഡിൽ കൂടെ. പക്ഷേ ഞാൻ ആക്ച്വലി വിചാരിച്ച് മറ്റേ ക്വാളിഫയിങ്ങിന്റെ ഒക്കെ ഒരു കോർത്തറാറോടെ പെർഫോമൻസ് കണ്ടപ്പോൾ പക്ഷെ ഞാൻ അന്നേരം വിചാരിച്ച റേസിൽ പോവായിരിക്കും. 1 ലാപ്പ് പേസ് ഉണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് 1 ലാപ്പ് പേസ് നല്ലതാണ്, പക്ഷേ ഓവറോൾ റേസ് ഡിസ്റ്റൻസ് വരുമ്പോൾ കാരണം യമഹയുടെ ഇൻഹറന്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുമ്പം വണ്ടി നന്നായിട്ട് പോകും. ഒറ്റയ്ക്ക് ഞാനൊരു സിംഹമായിരുന്നു, പുലിയായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ പറ്റില്ല. ഡേർട്ടി എയർ അത് വേറെ. പിന്നെ യമഹയ്ക്ക് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, ഇതുവരെയായിട്ടും യമഹയുടെ എഞ്ചിനീയർ പോലും ഫിഗർ ഔട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ യമഹയ്ക്ക് ബാക്കിൽ ഗ്രിപ്പ് കാണത്തില്ലെന്ന്. എന്തൊരിതല്ലേ, വേറൊരു വണ്ടി ഫ്രണ്ടിൽ പോയി ഞങ്ങൾക്ക് ഗ്രിപ്പില്ല. സോറി പറ്റില്ല. അല്ല സീരിയസ് ആയിട്ട് ലൈക്ക് എന്ന് വെച്ചാൽ ഒരു 2-3 years ബാക്ക് ടെസ്റ്റ് ചെയ്ത എപ്പോഴും കോത്രോ ഈ വർഷം ഞങ്ങൾ കിട്ടിലോട് റേസ് തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഗ്രിപ്പില്ല, ഫ്രണ്ടിൽ വണ്ടി പോകുമ്പോൾ ഗ്രിപ്പില്ല. അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം. അവന്റെ അവസ്ഥയാണ് കോട്ടറോയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശും കിട്ടി, ഇനിയിപ്പോ ഓടിച്ചേ പറ്റത്തുള്ളൂ. നല്ല പൈസ കൊടുത്തിട്ടാണല്ലോ 12 million euros. 12 million euros കൊടുത്തിട്ടു. അതെ, പക്ഷെ അതിന്റെ റിസൾട്ട് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. വളരെ ഗ്രാജുവൽ ആണ്, പക്ഷെ പയ്യെ വരുന്നുണ്ട്. പക്ഷെ ഈ റേസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ ഈ യമഹയ്ക്കാണെങ്കിൽ കോണർ സ്പീഡ് അത്യാവശ്യമുണ്ട്. കോണർ സ്പീഡിൽ കാര്യമില്ല, കാരണം ഡുക്കാറ്റിയില് മാർക്കസ് പോകുന്നതും ക്വാർട്ടറാറോ ഇതില് യൂസ് ചെയ്ത ലൈൻസ് നല്ല വ്യത്യാസമുണ്ട്. അതെ. കാരണം ക്വാർട്ടറാറോ ഫുൾ ട്രാക്ക് യൂസ് ചെയ്ത് സ്വീപ്പ് ചെയ്താണ് കോർണേഴ്സ് എല്ലാം എടുത്തോണ്ടിരുന്നത്. 600 പോകുന്ന ഒരു ലൈൻ പോലെ. 600 പോകുന്നില്ല, ലൈക്ക് ആക്ച്വൽ 1000s ഒക്കെ നമ്മൾ പോകുന്ന പോലെ സ്വീപ്പിംഗ് ലൈൻസ് ആണ് എടുത്തോണ്ടിരുന്നത്. അതേസമയം ഡുക്കാറ്റി വി ലൈൻസ് ആണ് എടുക്കുന്നത്. ഡുക്കാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പെക്സ് വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്ലോ ആവുക, എന്നാലും അവിടുന്ന് ഹോഴ്സ് പവർ കൊണ്ട് നേരെ പോവുക എന്നുള്ള നല്ല ഗ്രിപ്പും ഉണ്ട് അവർക്ക്. പക്ഷേ വേറൊരു കോമഡി അല്ല, ഈ റേസ് കണ്ടപ്പം ഞാൻ ആദ്യം പറയാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേസ് കണ്ടപ്പം എനിക്ക് സാധാരണ കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫീലിംഗ് ആയിരുന്നു. ബോറിംഗ് സ്പ്രിന്റ്, എക്സൈറ്റിംഗ് മെയിൻ റേസ്. സ്പ്രിന്റ് ബോറിംഗ് ആയാലും ഫസ്റ്റ് കാരണം എന്താണെന്നറിയോ, ഫസ്റ്റ് ലാപ്പിൽ പടമായി കൊട്ടറാറ് വീട്. അപ്പൊ തന്നെ ടി വി ഓഫ് ചെയ്തല്ലോ പോവാൻ. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ഇന്ന് തീ പാർന്ന മത്സരമായിരിക്കും. കാരണം മാർക്കസ് തന്നെ വന്ന് പറഞ്ഞു ക്വാർട്ടറാറോ ഒരു സംഭവമാണെന്ന്. അത് ഈ മാർക്കസിന്റെ ഒരു ടെക്നിക്ക് കേട്ടോ, സൈഡിൽ നിന്നവരെയൊക്കെ പൊക്കി പറയും സംഭവം പൊള്ളി കേട്ടോ, ഓടിച്ചിട്ട് വന്നിട്ട് പൊട്ടി ചെയ്യും. പുള്ളിയുടെ ഒരു സാഡിസ്റ്റിക് പ്ലഷർ. മറ്റേ ഇതില്ലേ മറ്റേ ഒരു ഇമോജി ഉണ്ടല്ലോ മറ്റേ ഇയാളെ ലാലിങ്ങനെ അത് തന്നെ അതിങ്ങനെ അല്ല പുള്ളി ആക്ച്വലി ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പുള്ളി ഭയങ്കര മൈൻഡ് ഗെയിംസ് ആണ്. സ്പ്രിന്റ് നമുക്ക് ആദ്യം സ്പ്രിന്റിനെ കുറിച്ച് പറയാം. സ്പ്രിന്റില് Q2 സ്പ്രിന്റിന് മുന്നേ Q2-ന് 2 മാർക്കസ് ബ്രദേഴ്സിന് ഫൈൻ കിട്ടി. അത് കോമഡിയാണ്. ലാപ്പ് തുടങ്ങുന്നതിന് മുന്നേ Q2 തുടങ്ങുന്നതിന് മുന്നേ അവര് ഇറങ്ങി. അപ്പം റെഡ് സിഗ്നൽ ആയിരുന്നു. അപ്പൊ ഇറങ്ങിയെന്ന് പറഞ്ഞു 2000 euro ഫൈൻ. അതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് മാർക്കസിന്റെ ആദ്യത്തെ ഫ്ലൈയിങ് ലാപ്പ് ക്യാൻസൽ ചെയ്തു. അത് പുള്ളിയുടെ സ്ലോസ് ലാപ്പായിരുന്നു. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് എന്തിനാ, ഒരാവശ്യമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്വാളിഫയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു മറ്റേ റിപ്പോർട്ടർ വന്നിട്ട് ചോദിക്കും നിങ്ങക്ക് ഫൈൻ കിട്ടിയില്ലേ എന്ത് ചെയ്യൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ഭയങ്കര സർക്കാസ്റ്റിക്കലി മാർക്കസ് എന്റെ ചാമ്പ്യൻഷിപ്പിനെ ചിലപ്പോ എഫക്ട് ചെയ്യുമായിരിക്കും.
അലക്സ് മാർക്കസ് അല്ലാതെ ഞാൻ പതുക്കെ ഓടിച്ച എന്നാലും ക്യാൻസൽ. എന്നാലും ക്യാൻസൽ. അതെന്തുകൊണ്ട് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു സംഭവം. പിന്നെ ഫാബിയോരെ ആ ക്രാഷാണ് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം പുള്ളി ആ ടേണിൽ വന്നപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ആദ്യത്തെ 2 കോർണർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഫാബിയോയ്ക്ക് നല്ല സ്റ്റാർട്ടായിരുന്നു, മാർക്കസിന് നല്ല സ്റ്റാർട്ടായിരുന്നു. പക്ഷേ ആ ക്രാഷ് ആവുന്ന കോർണറിൽ വന്നപ്പോഴത്തേക്കും മാർക്കസ് ഒന്നാമത് ക്വാർട്ടറാറോ ഒന്നാമത് ഔട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓൾറെഡി ആ യമഹ പുള്ളി 110% കപ്പാസിറ്റിയിലാണ് ഓടിക്കുന്നത്. മാർക്കസ് ആണെങ്കിൽ പുള്ളി സ്ഥിരം ഇൻസൈഡ് ലൈൻ പിടിച്ചു. ഓൾറെഡി അൺസെറ്റിൽഡ് ആയിരുന്നു ക്വാർട്ടറോറുടെ ബൈക്ക്, കാരണം 2 പ്രാവശ്യം ബാക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്തു. ആൻഡ് അപ്പോഴാണ് മറ്റേ ഡേർട്ടി എയറിൻ്റെ ഇഷ്യൂ എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഈ ബൈക്സ് എല്ലാം സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഇപ്പം കുറെ എയറോ ഉണ്ട്, ലൈക്ക് ഫ്രണ്ടിൽ സ്പോയിലർ ബാക്കിൽ സ്പോയിലർ എല്ലാം വെച്ച്. അപ്പം ഈ വണ്ടിക്ക് ചുറ്റും ഒരു ടർബുലൻസ് ക്രിയേറ്റ് ആവും, ഒരു സ്പൈറലിംഗ് ടൈപ്പ് ഓഫ് എയർ. അപ്പം അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നമുക്ക് മോട്ടോ ജിപിയിൽ ഇപ്പം ക്ലോസ് ഓവർടേക്സ് കാണാൻ പറ്റാത്ത മെയിൻ പ്രശ്നം അതാണ്. ഒന്ന് ലാസ്റ്റ് ഇയർ റേസിൽ ബെഗ്നായ മറീനിന്റെ ബൈക്കിലോട്ട് സഡനായി ഇത് കാരണം ബാക്കിലൊരു വാക്യൂം ക്രിയേറ്റ് ആവും. ലൂക്ക മറീനിന്റെ വാക്യൂം ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെ നമ്മളിപ്പം ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഈ ഉണ്ടാക്കുന്ന ടർബുലൻസ്, അതിനെ ഡേർട്ടി കയറുന്ന അവർ അത് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളെ ഫ്രണ്ട് ആൻഡ് ഗ്രിപ്പ് എഫക്റ്റ് ആവും. പിന്നെ ടയർ പ്രഷർ അങ്ങനെ ഔട്ട് ഓഫ് ദ റൂഫ് പോകും, ബിക്കോസ് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഫ്രണ്ട് ആൻഡ് ഫീല് പോകും. അതുകൊണ്ടാണ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു 2028 എയറോസ് എല്ലാം പോകും. എല്ലാം ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ദ എയറോസ് പോകും, മൊത്തം പോകും. ആൻഡ് റൈഡ് ഹൈറ്റ് ഡിവൈസസ് പോകും. അവിടെയാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇപ്പം ആർക്ക് വേണമെന്നല്ല, ഈ റേസേഴ്സ് എല്ലാം വന്നിട്ട് ഔട്ട് ഓഫ് ദ കോർണർ റൈറ്റ് ഹൈറ്റ് ഡിവൈസ് പ്രസ് ചെയ്യുന്നു, വണ്ടി താഴെ പോകുന്നു. ത്രോട്ടിൽ കൺട്രോളിന്റെ കാര്യമൊന്നും അവരെ ചിന്തിക്കുന്നേ ഇല്ല. അപ്പം റൈഡിങ് ഓൺ ഇലക്ട്രോണിക്സ് ആണ് കുറേയൊക്കെ. അതുകൊണ്ടാണ് ഇറ്റ്സ് ബിക്കമിങ് ലെസ് എക്സൈറ്റിംഗ് ടു വാച്ച് റേസസ്. അതേ സെയിം ആ ലെസ് എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ലൈക്ക് ബോറിംഗ് സ്പ്രിന്റ് ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ക്വാർട്ടറോ വീണു. പിന്നെ നമ്മൾ ചുമ്മാ ഒരു പ്രാക്ടീസ് സെഷൻ ട്രാക്ക് ഡേ കാണുന്ന പോലെ ആയിരുന്നു ആ റേസ് കാണാൻ. പക്ഷേ ടർബുലൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം മീൻസ് ഡേർട്ടി എയറിന്റെ അത് എഫക്ട് ചെയ്യുന്ന വേറെ മീൻസ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഡുക്കാറ്റി 25-നാണ്. എന്ന് വെച്ചാൽ ഡുക്കാറ്റി ഫാക്ടറി ടീം ഓടിക്കുന്ന അവരുടെ വണ്ടിക്ക് ഫോർ സം റീസൺ 24-നേക്കാളും അൺസ്റ്റേബിൾ ആണത്രേ. പെക്കോ പറയുന്നത് പുഷ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിയുടെ ഫ്രണ്ട് എൻഡ് ലോക്ക് ആവുന്ന പോലത്തെ ഫീൽ വരുവാണ്. പുള്ളിയാണെങ്കിൽ മാർക്കസ് ഓടിക്കാൻ സെയിം ആണ്. പക്ഷെ വേറൊരു കാര്യം, എത്ര ഡേറ്റ മേടിച്ചാലും സ്കിൽ എന്നുള്ളത് അതിപ്പോ ഒരു അപ്പൊ ഈ മറ്റേ മാർക്കസ് ആദ്യത്തെ മറ്റേ 2 റേസിൽ അലക്സ് മാർക്കസിനെ പുറകെ പോയപ്പം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ലൈക്ക് അന്ന് മാർക്കസ് അത് ടാക്കിൾ ചെയ്തു, ലൈക്ക് പുള്ളി തന്നെ പുറകെ പോയി. കൺഫ്യൂഷൻ ഒന്നും ഇല്ല, മാർക്കസ് ഈസ് ഓൺ അനദർ ലെവൽ. മാർക്കസിന് കുറച്ചുകൂടെ ഓഫ് കോഴ്സ് ജനറേഷണൽ ടാലന്റ് എന്നാണ് പുള്ളി പറയുന്നത് തന്നെ. അപ്പം റോ സ്പീഡും ഉണ്ട്, ടാലന്റ് ഉണ്ട്. ഇപ്പം ഈവൻ മാർക്കസിന്റെ റേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം, പുള്ളി ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഔട്ട് ഓഫ് ബാലൻസ് പോകുന്നുണ്ട് വണ്ടിയുടെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ പുള്ളി ഒരു ഇതിൽ വേറെ കാര്യമുണ്ട്, പുള്ളി ഓടിച്ചുകൊണ്ടിരുന്ന ഹോണ്ടയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ മറ്റേ ഓടിക്കാൻ പറ്റത്തില്ല. മാർക്കസ് ഒഴിച്ച് വേറെ ആർക്കും അത് ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാർക്കസ് ഈ വട്ടം ക്രാഷ് ആയില്ലേ, ഇപ്പം മെയിൻ റേസിനകത്ത് മാർക്കസ് ക്രാഷ് ആയി 3rd ലാപ്പിൽ എന്തോ. ഈ ബെക്കോയും മാർക്കസും കൂടെ അത്യാവശ്യം ഒരു ബാറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മാർക്കസിനോട് ചോദിച്ചു, ഒന്ന് ആലോചിക്കും, ഇത്രയും വേൾഡ് ചാമ്പ്യനാണ്. പുള്ളി പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ, വണ്ടി വീണു, ആക്സിഡന്റ് പറ്റി, പക്ഷെ അവൻ അറിഞ്ഞുകൂടാ എന്താ വണ്ടി പോയെന്ന്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്. മെയിൻ റേസിലോട്ട് വരുമ്പോൾ സ്പ്രിന്റ് നമുക്ക് അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും നടന്നില്ല. പിന്നെ എല്ലാവരും മറ്റേ അവർക്ക് എന്ത് പൊസിഷൻ ഉണ്ടോ അതിൽ ഓടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ സ്പ്രിന്റിന്റെ അവസാനം എത്തിയപ്പോഴത്തേക്കും മോർബിഡലി പെക്കോര അടുത്തെത്തി. ഇച്ചിരി കൂടെ ലാപ്പോട്ട് ചിലപ്പോൾ പെക്കോര പോയേനെ. പിന്നെ സ്ഥിരം റിസൾട്ട് മാർക്കസ് പെക്കോ 2 മാർക്കസ് കൺസിസ്റ്റന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഭവം. ഫാബിയോ നന്നായിട്ട് പുഷ് ചെയ്തു ഫസ്റ്റ്, പക്ഷെ ക്രാഷ് ആയി. തന്നെ വൈൽഡായി. ഔട്ട്സൈഡ് പാർട്ട് ഭയങ്കര ഡേർട്ടിയാണ്. അപ്പം പിന്നെ പുള്ളി ഔട്ട്സൈഡ് ദ ട്രാക്ക് പോയി. ലൈക്ക് അത് വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഈ ആ കോർണറിൽ എത്തിയപ്പോഴേക്കും അൺസ്റ്റേബിൾ ആണ്, പക്ഷെ ഹി സ്റ്റിൽ ട്രൈ ടു മേക്കപ്പ് ഫോർ ദാറ്റ്, ലൈക്ക് മേക്ക് ദാറ്റ് കോർണർ. പക്ഷെ ആ സമയത്ത് ബൈക്ക് സ്ട്രൈറ്റ് ആക്കി പുള്ളി ഔട്ട് ഓഫ് ദ ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളിക്ക് ആ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അവിടെയാണ്
ഒരു റേസറും ഒരു ചാമ്പ്യൻഷിപ്പ് മൈൻഡും ഉള്ള ഒരാൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ലൈക്ക് അറ്റ് ദിസ് പോയിന്റ് ലൈക്ക് പുള്ളി ഡസൻ കെയർ അബൌട്ട് പോയിന്റ്സ്. അപ്പം ഒന്നില്ലേ റേസ് അവിടെ ഫ്രണ്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് ലൈക്ക് കണ്ണും പൂട്ടി ഓടിക്കുക. അപ്പം പുള്ളി അതാണ് ആ റേസ്. പുള്ളി ആ വണ്ടി ആ കോർണർ വൈഡ് പോയി ലൈക്ക് ഡേർട്ടി പാർട്ട് ഓഫ് ദ ട്രാക്ക്, ലൈക്ക് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ലൈൻസ് അല്ലാതെ ലൈക്ക് പുറത്ത്. അപ്പോൾ ആ പുറത്ത് പോകുമ്പോൾ ഡസ്റ്റും എല്ലാം ഉണ്ട്. അവിടെ പോയാലും ഹി വാസ് ട്രൈങ് ടു മേക്ക് ദാറ്റ് കോർണർ, പോയി. പക്ഷെ അവിടുന്ന് എഴുന്നേറ്റ് നേരെ സ്ട്രേറ്റ് പോയിരുന്നെങ്കിൽ ഗ്രാവലിൽ പോയിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് തിരിച്ചു വരാറ്. അപ്പുറത്തേക്ക് ഒന്നാമതേ അപ്പുറത്തേക്ക് എല്ലാം പോവും. ഈ പുള്ളി P1 മീൻസ് ക്വാളിഫൈ ഫസ്റ്റ് അടിച്ചൊക്കെ. പിന്നെ പുള്ളിക്ക് അത് ഒരിക്കലും അത് ആ വണ്ടി വെച്ച് മേക്കപ്പ് ചെയ്യാൻ പോലും പറ്റത്തില്ല ബാക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ലൈക്ക് ഫസ്റ്റ് ലാപ്പാണ്, ഫുൾ ഓൺ അഡ്രിനാലിനെ നിൽക്കും എല്ലാവരും മാക്സിമം പുഷ് എന്നുള്ള രീതിയിലാണ്. പിന്നെ വേറൊരു സംഭവമുണ്ട്, പുള്ളി 560 ഡേയ്സിന് ശേഷം പോഡിയത്തിൽ വരാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു അത്. 559 ഡേയ്സ്, 60 അപ്പുറത്ത് അടുത്ത ദിവസം. ആക്ച്വലി ആ ഡേയ്സിന്റെ എന്തോ ഇതുണ്ടായിരുന്നു, ലൈക്ക് പോഡിയത്തിൽ വന്ന 1300 1130 അങ്ങനെ എത്ര 1000 ഡേയ്സിന് ശേഷമാണ് പുള്ളി ആദ്യമായിട്ട്. ആ നമ്പേഴ്സ് 2 മാച്ച് ആയിരുന്നു അത്ര. മാർക്കസ് ഹോണ്ടന്ന് ഡുക്കാറ്റിലോട്ട് മാറിയിട്ട് പോഡിയത്തിൽ വന്ന ഓൾമോസ്റ്റ് സെയിം നമ്പർ തന്നെയായിരുന്നു. ഫാബിയോ മാർക്കസിന്റെ ഭയങ്കര ഫാനാ. പുള്ളി ചൈൽഡ്ഹുഡില് റോസിന്റെയും ഇപ്പം മാർക്കസിന്റെ ഫാനാണ് പറഞ്ഞത്. ആരാണ് മാർക്കസിന്റെ ഫാൻ അല്ലാതെ? റോസിയോട് ചോദിച്ചാലും പറയും. റോസി ഇത്തോടെ റേസടാ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്തോടെ മറ്റേ കൂടോത്രം എന്തോ മുട്ട കൂടോത്രം കൊണ്ടൊക്കെ വരുന്നുണ്ട്. മാർക്കസ് ധനിയായി പോകുമ്പോഴത്തേക്കും നിക്ക് ഇത് വെച്ചോ. അവൻ പോകുമ്പോഴേ അവന്റെ വണ്ടിയിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ മെയിൻ റേസിനകത്ത് മാർക്കസ് പടവനായി തേർഡ് ലാപ്പ്. പക്ഷെ ആ പൊട്ടിയ വണ്ടിയും പൊക്കിയെടുത്ത് പുള്ളി മാക്സിമം നോക്കി 14 പോയിന്റ്സ് കിട്ടി. അത് സംഭവം ബേസിക്കലി ലൈക്ക് ഇനി മെയിൻ റേസിലോട്ട് വന്നാൽ തന്നെ മാർക്കസിന്റെ കേസ് പറയുകയാണെങ്കിൽ വെരി ബാഡ് സ്റ്റാർട്ട് കമ്പാരിറ്റീവ്ലി ബാഡ് സ്റ്റാർട്ട്. ലൈക്ക് പുള്ളി സ്റ്റാർട്ട് ചെയ്തപ്പം ഫാബിയോ നല്ല സ്റ്റാർട്ടായിരുന്നു, പെക്കോ അടിപൊളി സ്റ്റാർട്ടായിരുന്നു. പെക്കോ ഒറ്റ അടിക്ക് സെക്കൻഡ് വന്നു. അലക്സ് മാർക്കസ് അടിപൊളിയായിരുന്നു. പിന്നെ മാർക്കസിന് എന്താ പറ്റിയെന്ന് കഴിഞ്ഞാൽ 2 പ്രാവശ്യം വീൽ ഏറിപ്പോയി, ഫ്രണ്ട് വീല്. ബാഡ് സ്റ്റാർട്ട്, സ്ട്രെയിറ്റ് സെക്കൻഡിന് ഫോർത്തിലോട്ട് പോയി. പിന്നെ പുള്ളി ഫോർത്തിലോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ബാക്കിൽ പോയപ്പോൾ എത്രയും പെട്ടെന്ന് ഫ്രണ്ടിൽ എത്താനായിട്ടുള്ള പുഷിങ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ലാപ്പ് അവര് ബിറ്റ്വീൻ പെക്കോ ആൻഡ് മാർക്കസ് അവര് ബൈക്സ് ടച്ച് ചെയ്ത്, അവർ ലിറ്ററലി ടച്ച് ചെയ്ത്, അവർ പൊരിഞ്ഞ പോരാട്ടം. അതെ, ഒരു രക്ഷയില്ലാത്ത പോരാട്ടമായിരുന്നു. എന്നിട്ട് 3ാമത്തെ ലാപ്പിൽ പുള്ളി വീണു. അത് പുള്ളി ആദ്യം അത് വീണ സമയത്ത് കമന്റേറ്റേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രഷർ കൂടിക്കാണും, കാരണം ഇത്ര ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തു, ഇത്ര പുഷ് ചെയ്തു. പക്ഷെ മാർക്കസ് എങ്ങനെ വീണെന്ന് എനിക്കറിയാം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടയർ പ്രഷർ എന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ ആ ക്രാഷ് ആയ ഇതില്ലേ, അത് റീപ്ലേ കാണിച്ചു. മാർക്കസിന്റെ ലെഫ്റ്റ് ടേൺസ് ഭയങ്കര കിടുക, അയാളെ ഏറ്റവും. അപ്പൊ നല്ല പെക്കോ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ലെഫ്റ്റില് നീ എങ്ങനെ ഇത് ചെയ്തേ, എനിക്ക് പറ്റത്തില്ലല്ലോ. എന്നിട്ട് പുള്ളി കുറച്ചുകൂടെ സ്പീഡ് ക്യാരി ചെയ്തെന്നാ പറഞ്ഞത്. ആ ലാപ്പ് കണ്ട് നമുക്കറിയാം നല്ല സ്പീഡ് ലെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വേറൊരു ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫസ്റ്റ് ലാപ്പിൽ തന്നെ ഫ്രണ്ടിലെത്തും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടയർ പ്രഷർ ആയിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി പുറകിലോട്ട് പോയപ്പോഴത്തേക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പുള്ളി എത്രയും പെട്ടെന്ന് പുള്ളിയുടെ ആ ഒരു മൂവ്മെൻറ്റിൽ മീൻസ് ആ ഒരു ബോഡി നേച്ചർ അല്ലേ, ലൈക്ക് റൈഡിങ്, അതിനകത്ത് നമുക്ക് മനസ്സിലാവും പുള്ളി എങ്ങനെയും ഭയങ്കര അല്ല വീട് സമയത്ത് പുള്ളി മറ്റേ ക്വാളിഫൈങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മുട്ട് വെച്ച് പുഷ് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പുള്ളിയുടെ കുറെ അങ്ങനത്തെ അതുപോലെ പുഷ് ചെയ്യാം. കാരണം നമുക്ക് ആ വീടുന്ന സമയത്ത് കാണാം ഒരു കാല് പുള്ളി ഇങ്ങനെ പൊക്കി പുള്ളി അത് മുട്ടുകൊണ്ട് സേവ് ചെയ്യാൻ നോക്കും. അത് വേറെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള ഫാബിയോ അത് ചെയ്യാറുണ്ട്. വീഴുമ്പോൾ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ നോക്കും. എന്റെ സ്ലൈഡേഴ്സ് കിട്ടി, തണുപ്പായോണ്ട് സോക്സ് ഇട്ടിട്ടുണ്ട്. ഈ സ്ലൈഡേഴ്സ് ഞാൻ നീ സ്ലൈഡേഴ്സ് അവിടെ 145 ബാക്കിലുണ്ട്. കറുത്തിരിക്കുന്നുണ്ടോ? കറുത്ത് നിങ്ങളുടെ അത് കറുത്ത കളറാ. അതെങ്ങനെ ഫാക്ടറിന്ന് വരുന്നത് എങ്ങനെയാണ്? ഒരക്കാൻ പറ്റില്ലെങ്കിൽ താഴെ വരയ്ക്കുമെന്ന്. അല്ല എന്താ പ്രശ്നം അറിയാമോ, ഞാൻ ഓടിക്കുന്ന മറ്റേ ഹാംപ്ടണില് ആദ്യം എനിക്ക് റൈറ്റ് മാത്രമാണ് എന്റെ പ്രശ്നം. അറിയാം കുറെ നാളൊന്നും എത്ര നോക്കിയിട്ട് മുട്ടൊന്നും വരയുന്നില്ല. പിന്നെ ഒരു ദിവസം എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഓടിക്കുക. അപ്പൊ ഹാംപ്ടണിലെ ലാസ്റ്റ് കോർണർ എത്തിയപ്പോഴത്തേക്കും ഒരു ദിവസം ഞാനാണെങ്കിൽ ലൈക്ക് എന്റെ ബ്രേക്കിംഗ് ഇച്ചിരി കൂടെ ലേറ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചെയ്ത്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ ആവശ്യത്തിൽ കൂടുതൽ സ്പീഡുണ്ടല്ലോ ഇവിടെ. എന്നിട്ട് അതല്ല ഈ മാർക്കസിന്റെ കഥ പറയുമ്പോ ഈ കുന്നംകുളൊക്കെ
ആദ്യം മാർക്കസ് മറ്റേ ഇത് പുഷ് ചെയ്തിരുന്നു, പിന്നെ നൈസായിട്ട് എന്റെ കൈ പുഷ് ചെയ്തെന്നൊക്കെ. ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ, അത് പറയാൻ വേണ്ടി. പ്രായം കൊണ്ട് ഇവരൊക്കെ ഒരേ മൈൻഡ് സെറ്റാ അല്ല. നിനക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞ് അതാ ഇരിക്കട്ടെ, ഫാബിയോ പറഞ്ഞു, മാർക്കസിനെ പറഞ്ഞു, ജയിച്ച പുള്ളിയെ പറ്റി ആരും ഒന്ന് സംസാരിക്കുമല്ലോ. ജയിച്ച പുള്ളിയില് ജയിച്ചു. അതും പുള്ളിയുടെ ഫസ്റ്റ് ഇത് GP വിന്ന, ടു ടൈം വേൾഡ് ചാമ്പ്യൻ ആണ് അലക്സ് മാർക്കസ്. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. പറയുന്നത് മാർക്കസ് ജയിച്ചു, ഏത് മാർക്കസാന്ന് പറയാ മതി. എപ്പിസോഡില് നിങ്ങള് മാർക്കസ് ജയിച്ചില്ല, പക്ഷെ മാർക്കസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളു. വേറൊരു കാര്യമുണ്ട്, മാർക്കസിന് 2 ഓപ്ഷനേ ഉള്ളു, ഒന്നീ ജയിക്കല്ലേ വീഴുക, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. പുള്ളി അത് ചെയ്യുന്നില്ല. അലക്സ് മാർക്കസ് ലൈക്ക് ലിറ്ററലി ലൈക്ക് ഫസ്റ്റ് വന്നു എല്ലാടും. പക്ഷെ എനിക്ക് ഞാനൊരു ഫാബിയോ, ഇത് ആക്ച്വലി ഫാബിയോ റേസ് തന്നെയാണ്. കാരണം ഫാബിയോ ഫാൻ കാരണം ആയോണ്ട് മാത്രമല്ല, ലൈക്ക് അലക്സ് മാർക്കസിന് 2024 ലൈക്ക് GP24 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്നും അലക്സ് മാർക്കസിന്റെ ടാലന്റ് എന്താണെന്നും. സോ അത് മാച്ചായി പോവും. മാർക്കസ് ഇതിന് മുന്നത്തെ എന്ത് റേസ് ആണെങ്കിൽ പോലും അലക്സ് മാർക്കസിന് ഫസ്റ്റ് വരാൻ മാർക്കസ് വീണ് കഴിഞ്ഞു. അതെ ശരിയാ. കാരണം നോ വൺ ക്യാൻ മാച്ച് ലൈക്ക് ആ ബ്രദേഴ്സിന്റെ സ്പീഡ് മാച്ച് ചെയ്യാനേ പറ്റുന്നില്ല. ആദ്യമായിട്ട് MotoGP ജയിക്കുന്ന ബ്രദേഴ്സ് ആണ് അവര്. അതെ ശരിയാ. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് ബ്രദേഴ്സ് ആദ്യമായിട്ട് ലൈക്ക് മീൻസ് 2 ബ്രദേഴ്സ് MotoGP എനിക്ക് അറിയില്ല ഇതിന് മുന്നേ വന്നിട്ടുണ്ടോന്ന്. വന്നിട്ട് മറ്റേ മീൻസ് പോഡിയം ഉണ്ടായിരുന്നു, വിൻ ചെയ്തിട്ടില്ല ബ്രദേഴ്സ്. ഓക്കെ, അലക്സ് മാർക്കസിന്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊന്നും പറയാനില്ല. എക്സെപ്ഷണൽ ആയിട്ട് പുള്ളി ഈ സീസൺ ഓടിക്കുന്നുണ്ട്. പുള്ളി മാർക്കസ് ചെയ്യുന്ന പോലെ തന്നെ പിടിക്കും. കാരണം കഴിഞ്ഞ ദിവസം ഫാബിയോനെ ഓവർടേക്ക് ഹി ഹാഡ് 2.6 seconds ലീഡ്. നൈസായിട്ട് പോവായിരുന്നു. ആൻഡ് ഫാബിയോ ലൈക്ക് ബീങ് ഫാബിയോ ലൈക്ക് ഓടിയത്തി കയറണം. അല്ല, ആഫ്റ്റർ ദ റേസ് ഫാബിയോ വന്നിട്ട് മറ്റേ പ്രൈസ് മേടിക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാരും വന്ന് റേസിന്റെ ഹൈലൈറ്റ്സ് കാണുമല്ലോ. മാർക്കസ് ചെയ്യുന്നുണ്ട്, ഓ ദാറ്റ് ഹെൽപ് മീ എ ബിറ്റ്. ഫാബിയോ വന്നിട്ട് പറഞ്ഞു ദാറ്റ് ഹെൽപ് മീ എ ബിറ്റ്. എന്നിട്ട് പുള്ളി പറഞ്ഞു മാർക്കസ് വീണ സമയത്ത് തന്നെ ഹി കുഡ് ഹിയർ അലക്സിന്റെ ബൈക്ക്. ആൻഡ് പെക്കോ വന്നിട്ട് പറഞ്ഞു, ഇന്ന് എന്ത് ചെയ്തിട്ട് എനിക്ക് ഫാബിയോനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പെക്കോ അത് കുറെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യമേ വെച്ച് ചുമ്മാ തള്ളുക പറ്റാത്തതുകൊണ്ടെന്ന്. പെക്കോയ്ക്ക് ഒരു ബൈക്കിന്റെ പുറകെ വന്നിട്ട് ഇപ്പൊ ഈ നമ്മൾ മുന്നേ പറഞ്ഞു ഡേറ്റിയുടെ ഇഷ്യൂ 25 GB അത് കൂടുതലുണ്ടെന്നാണ് പെക്കോ പറയുന്നത്. ലൈക്ക് അവന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മാർക്കസ് ഓവർടേക്ക് ചെയ്യാറുണ്ടല്ലോ, നന്ന പൊള്ളിയായിട്ട് താഴെ വീണിട്ട് ചേർക്കണമെന്ന് ആൾക്കാർ. ഇപ്പം നമ്മളെല്ലാരും പെക്കോനോട് പറയാൻ പെക്കോ ഡേറ്റ് നോക്കി റൈഡ് ചെയ്യുന്ന പുള്ളിയാണെന്നുള്ളൂ. പുള്ളി മാർക്കസിന്റെ എല്ലാ ഡേറ്റയും നോക്കി റൈഡ് ചെയ്യാൻ മാർക്കസ് അവന് കറക്റ്റ് ഡേറ്റ് കൊടുക്കണ്ട, എല്ലാം തെറ്റിച്ച് കൊടുത്തോ ഇല്ല. എന്നിട്ട് പെക്കോ ആക്ച്വലി പറഞ്ഞു മാർക്കസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കസിന് ഒരു ട്രാക്ടർ കൊടുത്താലും പുള്ളി ഓടിച്ചു പോകും. അയാള് മറ്റേ ഇതാ. പക്ഷെ പെക്കോ ഭയങ്കര മറ്റേ ഫീല്, മറ്റേ അവന് വേണ്ട രീതിയിലെ ബൈക്ക് കിട്ടണം. കുറച്ച് സെൻസിറ്റീവ് ആണ് ആസ് എ റൈഡർ. മാർക്കസ് എന്ത് തേങ്ങ കൊടുത്താലും അയാൾ ഉരുട്ടുക. കാരണം ഇത്ര നാൾ ഹോണ്ടയിൽ ഉരുട്ടിയതല്ലേ. ഇപ്പൊ ലൈക്ക് 2 ടയർ ഉണ്ടാവാ. പക്ഷെ ആക്ച്വലി ലൈക്ക് ഓണസ്റ്റ്ലി ഫാബിയോന്റെ ആ സെക്കൻഡ് പ്ലേസ് ആ റേസ് ലൈക്ക് അലക്സ് മാർക്കസിന്റെ അടുത്തുനിന്നുള്ള അറ്റൻഷൻ ഫാബിയോന്റെ ഉള്ളിൽ പോയി. കാരണം ഗിവ് ദാറ്റ് മാൻ എ ഡുക്കാറ്റി എന്നാണ് എല്ലാരും പറയുന്നത്. ഒരു ഡുക്കാറ്റിയിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ we can see very interesting races. Actually Ducatiയുടെ CEO fun to see like all races in just one kind of bike. അതാണ്. പക്ഷേ racer capability ഇല്ല. Like this is not just about the racers capability, right? Yeah, I'm saying racers capability അറിയണമെങ്കിൽ wouldn't it be fair only if they all have the same bike? ഇത് അടുത്ത ചോദ്യം അല്ല, നമുക്ക് അങ്ങനെ പക്ക കൃത്യമായിട്ട് നോക്കണമെങ്കിൽ ഇവരുടെ ലോവർ ലെവൽസ് ഇല്ല, ലൈക്ക് Moto3, Moto2 അതിലൊക്കെ പക്ക ഓൾമോസ്റ്റ് എല്ലാം വേറെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം. എഞ്ചിൻ സപ്ലയർ സെയിം ആണ്. പക്ഷെ ഇവരെ ഈ വന്ന ഈ MotoGP-ലുള്ള ഇവരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ടോപ്പ് നിന്ന ആൾക്കാരാണല്ലോ. അപ്പം ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഈവൻ റൈഡേഴ്സും ഉണ്ട്. ബട്ട് ഇതൊരു മാനുഫാക്ചറിങ് ഗെയിം ഇതുകൂടാണ്. അപ്പൊ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് ഏതാ അതൊക്കെ കൂടെ. കാരണം ബേസിക്കലി ഈ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ഓൺ സൺഡേ സെൽ ഓൺ മൺഡേ എന്നാണ്. അതെ, പഴയൊരു ടാഗ് ലൈൻ ആണത്. എന്നുവെച്ചാൽ അതായത് ഇപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാനൊന്നൊരു ഇപ്പൊ ഒരു റേസ് കാണാൻ പോകുന്ന പ്രാവശ്യം. അപ്പം
ഒരു ഡ്യുക്കാറ്റി അവിടെ ജയിക്കുന്നു. അപ്പോൾ എനിക്ക് ഓക്കെ ഇതേപോലത്തെ ഒരു ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും ഫാസ്റ്റായിട്ട് പോകാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലേ, ആ ഒരു ഐഡിയോളജിയാണ് ഇവരെ. ഈ ഫെറാറി ഡ്യുക്കാറ്റി ഇവരൊക്കെ ആ ഒരു ഒന്നും വേണ്ട. റോസി യമഹയിലായിരുന്ന സമയത്ത് R1 സെയിൽസ് R6 അടിപൊളി ബൈക്സ് ആണ്, ഇതെല്ലാം ലെജൻഡറി ബൈക്സ് ആണ്. പക്ഷെ റോസി M1 റേസ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് R1 ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ശരിയാ. പക്ഷേ ഈ അവർ റേസ് ബൈക്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി F1 പോലെ ട്രിക്കിൾസ് ഡൗൺ ടു ദ റോഡ് ബൈക്സ്. അപ്പം അവരുടെ ഈ റേസ് ബൈക്സ് പ്രോട്ടോടൈപ്പ് ബൈക്സ് ആണ്. അപ്പം ആദ്യം വരുന്ന ടെക്നോളജി എല്ലാം അവർ അതിൽ ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ നീ BMW പുതിയ വിംഗ്ലെറ്റ്സ് ഒക്കെ കേട്ടിട്ടില്ലേ, മറ്റേ മീശ, വീരപ്പന്റെ മീശ, അതൊക്കെ ഇവിടുന്ന് വന്നതാ. അപ്പം ഇതെല്ലാം റേസ് ചെയ്യുന്ന അവർ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. BMW കേസ് BMW വേൾഡ് സൂപ്പർ ബൈക്ക് എന്നൊക്കെയാണ് അവര് മോട്ടോ ജിപ്പിലല്ലേ. ടോപ്പ് റാക്ക് ഇല്ലാത്ത സമയത്ത് BMW ആരും ഫൈറ്റ് ചെയ്തില്ല. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ആരെയും മോട്ടോ ജിപ്പിയിലാണെങ്കിൽ പോലും ഇപ്പൊ ഫാബിയോ ആയിരുന്നു തോന്നുന്നു, ഫാബിയോ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് കോർണറിന് മുന്നേ വീല് പൊങ്ങി വരുമ്പോൾ ആൾക്കാർ ഫുൾ കമന്റേറ്റേഴ്സ് ഇത് ചെയ്യുന്ന ടോപ്പ് റാക്ക് അത്ര ഇൻഫ്ലുവൻസ് ആണ് ടോപ്പ് റാക്കിനുള്ളത് അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് there is a rumor ടോപ്പ് റാക്ക് ആൻഡ് പെഡ്രോ അക്കോസ്റ്റ ഇൻ ഹോണ്ട അവര് ഹോണ്ടയിലോട്ട് മൂവ് ചെയ്യാൻ ഒരു ഇത് നടത്തുന്നുണ്ട്. മീൻസ് പെഡ്രോയെ മേ ബി 2028 ആയിരിക്കും. ബട്ട് പ്രോബബ്ലി ആ സമയത്ത് ടോപ്പ് റാക്കിന്റെ അവസ്ഥ എന്താവുന്ന അറിഞ്ഞോ, ബിക്കോസ് ഓൾറെഡി ഇച്ചിരി ഏജ് ആയി. 28 ആണോ? 29 അല്ല പ്രായമല്ല, പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഇയർ 27-ലാണോ 28-ലാണോ അടുത്ത റെഗുലേഷൻ വരുന്നത്? 8-ലാണല്ലേ. യമഹ ഇന്ന് പുതിയ എഞ്ചിൻ ടെസ്റ്റ് ചെയ്തു, ലൈക്ക് ഹെറസിൽ ഇന്ന് 1 ഡേ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. യമഹ ആയിരുന്നു തേർഡ് വന്നത്. പുതിയ എഞ്ചിൻ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് V4. പക്ഷെ നല്ല പേസ് ആയിരുന്നു. തേർഡും ഉണ്ട് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അലക്സ് റിൻസും ആക്ച്വലി 5-നകത്ത് ഇവിടെ ഉണ്ട്. 4th or 5th എന്തോ. മോർബിഡലി ഇറങ്ങിയില്ല. മോർബി ക്രാഷ് ആക്ച്വലി ഒരുപാട് ക്രാഷ് ഉണ്ടായിരുന്നു സ്പെയിനിൽ. മീൻസ് അല്ലേ ഫെർമിൻ ആൽഡിഗർ ക്രാഷ് ആയി 6th ലാപ്പിൽ. മാർക്കസും ക്രാഷ് ആയി. മോർബിഡലി 2 റേസും ക്രാഷ് ആയി. റിൻസ് അല്ലല്ല നമ്മുടെ ഹോണ്ട റൈഡർ മിർ, അത് പിന്നെ കഴിഞ്ഞ വർഷം തൊട്ട് ക്രാഷാ. അല്ല അത് എസ്പാർഗ്രോ വൈൽഡ് കാർഡ് ആയിട്ട് വന്നു ടെസ്റ്റിങ്ങിന് വേണ്ടി. പുള്ളി 2 ലാപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളി പറയാം എന്റെ കൈ ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. ഈ കൈയുള്ളതിന് ഈ സംഭവം അത് ഈ വിംഗ്ലെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആണ് ഭയങ്കരമായിട്ട് കേട്ടോ. കാരണം ഇത്രയും ഈ ഡൗൺ ഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൈക്ക് ഭയങ്കര പ്രഷറാണെന്ന് പറയുന്നത്, ഫോർ ആംസിനൊക്കെ. ഇങ്ങനെ പൊക്കോട്ട് ഇങ്ങനെ കറങ്ങുമോ. പിന്നെ പതിപോലെ നമ്മുടെ സ്വന്തം മില്ലറേറ്റന്റെ വണ്ടി പണി കൊടുത്തു. മില്ലറേറ്റർ ഓടിക്കാതെ ചോദിച്ചാൽ വണ്ടി പണി കൊടുത്തു. എന്താ പറയാ, എനിക്കിനി ഒന്നും പറയാൻ. ഇനി മില്ലർ ജയിക്കുമ്പോ ഞാൻ പറയാം. നമ്മളെല്ലാം മില്ലേഴ്സ് ഫാൻസ് ക്ലബ്. ആക്ച്വലി നല്ല ആളാ, നല്ല ജെന്യുവൻ ആയിട്ടുള്ള ആളാ. പുള്ളിയുടെ അടുത്ത് V4 എഞ്ചിനെ കുറിച്ച് ചോദിച്ച പുള്ളിയുടെ ഒരു അടിപൊളി കമന്ററി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ബീപ്പേണ്ടി വരും, പക്ഷെ ഇതാണ് പുള്ളി പറഞ്ഞത്. അപ്പം എല്ലാം മറ്റേ നമ്മൾ ഒരു അവര് പറഞ്ഞ we should have more Australians in MotoGP. ഇങ്ങനത്തെ കുറെ മറ്റേ ഗോൾഡൻ വാക്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ വേറെ ഒരാളെ പറ്റി പറഞ്ഞില്ല നമ്മള്, വിന്യാലെ മാവറിക്ക് KTM ടോപ്പ് റൈഡറാണ് ഇപ്പൊ. മീൻസ് ഔട്ട് ഓഫ് നോവെയർ. എവിടുന്നാ വരുന്നതെന്ന് ആർക്കും അറിയില്ല. പുള്ളി 4th ഫിനിഷ് ചെയ്തു. അതും ഒഫീഷ്യൽ ഫാക്ടറി KTM അല്ല, കാണാൻ അതുപോലെ ആണെങ്കിലും ടെക് 3 അവര് ബൈക്ക് അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യുന്നു. പക്ഷെ പെഡ്രോ ഐ തിങ്ക് മെന്റലി ഇപ്പം KTMന്റെ അടുത്ത് വലിയ സ്നേഹമൊന്നും ഇല്ലാത്തതാണ് തോന്നുന്നത്. പുള്ളി ഓൾറെഡി ഹോണ്ടയിലോട്ട് പോകാനുള്ള ഏകദേശം ആ റൂമേഴ്സ് നല്ല സ്ട്രോങ് ആവുന്നുണ്ട്. ആ റൂമർ സ്ട്രോങ് ആകാനുള്ള വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഉണ്ട് പെഡ്രോയ്ക്ക് 26. അപ്പൊ ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വേണം. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഹോണ്ടയാണ്. ആൻഡ് ഒബ്വിയസ്ലി ഹോണ്ടയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് ബെറ്റർ ആണ്. സാർക്കോ ഒരുപാട് ഡേറ്റ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാർക്കോ പിന്നെ അവരുടെ ടെസ്റ്റർ ആരാ, എസ്പാർഗോ. അയാൾ ഏത് ടീമിൽ ഒന്ന് ടെസ്റ്റ് ചെയ്താലും ആ ടീം പച്ച പിടിക്കുക എന്നുള്ളതാ. അയാൾ പോയി അപ്രിലിയ തീർന്ന്. അറിഞ്ഞൂടാ, ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല. ഇത്തവണ ലോറൻസോ സാൽവതോറിക്ക് ലോങ് ലാപ്പ് പെനാൽറ്റി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നേ അപ്രിലിയ ഈ പുള്ളിയോട് റേസിൽ ഇറങ്ങുമ്പോൾ പറയാം എന്തായാലും വല്ല ഇറങ്ങി ചെയ്യും, അത്രയും കൂടെ ഡേറ്റ കിട്ടുമല്ലോ 2 ലാപ്പ് ഓടിച്ചില്ല. വേറെ പ്രശ്നമുണ്ട്, ലൈക്ക് ഒബിയസ്ലി പുള്ളി നല്ല ഫാസ്റ്റ് റൈഡർ ആണ്, അതൊക്കെയാണ്. പക്ഷെ മേ ബി ടെസ്റ്റ് റൈഡർ ആണ്. ആൻഡ് എപ്രിലിയ ചിലപ്പം പറയും ഡോണ്ട് ക്രാഷ്.
പ്രോബ്ലം അതായിരിക്കും. അതായിരിക്കും ടെസ്റ്റ് ബൈക്ക് ആണ്, യു ഡോണ്ട് ഹാവ് ടു പുഷ് ഇറ്റ്. അതെ, ടെസ്റ്റ് റൈഡർ യു ഡോണ്ട് അലക്സ് എസ്പാർഗോ സാധാരണ ഓടിക്കുന്ന പോലെ അല്ലല്ലോ ഓടിച്ച്, ലൈക്ക് ഔട്ട് ഓഫ് ടോപ്പ് 10 ആണ് വന്നത്. ബിക്കോസ് അവരൊന്നും they don't really care about the points. ടെസ്റ്റിങ്ങിനല്ല, മാർട്ടിൻ ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് റൈഡർ ആയിട്ട് എപ്രിലേറെ ടെസ്റ്റ് റൈഡർ ആണ് ഓടിക്കുന്നത്, ബൈ റണ്ണർ. അപ്പോൾ ലോറൻസോ സാൽവദോറി പുള്ളിയുടെ അടുത്ത് പറയും ഡോണ്ട് പുഷ് ഇറ്റ് ഹാർഡ്, ബിക്കോസ് ജയിക്കാൻ വേണ്ടിയല്ല നീ ഓടിക്കുന്നത്, ജസ്റ്റ് ഗെറ്റ് ദ ഡേറ്റ. അവർ മേജറായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ പാർട്സ് ഒക്കെ കാണത്തില്ല. ഇവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഇവരുടെ പുറകെ വെച്ചിട്ട് ഓടിച്ചിട്ട് വരാൻ പറയും. അവർ ആക്ച്വലി നോക്കുന്നത് ഇപ്പം അവരെന്തായാലും ചാമ്പ്യൻഷിപ്പിന് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം ലൈക്ക് യമഹയ്ക്കും ഹോണ്ടയ്ക്കും കൺസെഷൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായി അവർക്ക് ദേ ക്യാൻ യൂസ് മോർ എമൗണ്ട് ഓഫ് ടയർസ്. പക്ഷെ പാർട്സ് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിംഗ്ലെറ്റ്സ് കാര്യങ്ങൾ ഡുക്കാറ്റി 25 പുതിയ വിങ്സ് വെച്ചിട്ട് അടുത്ത് വരാൻ പോകുന്നത്. രണ്ട് റൈഡേഴ്സിനും ചിലപ്പോൾ KTM 4 ബൈക്സ് ഉണ്ട്, 4 ഡിഫറെന്റ് എയറോസ്. അതെ അതെ ശരിയാണ്, കാരണം ഇതെല്ലാം എക്സ്പെരിമെന്റ് ആണ്, എക്സോസ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പം കാരണം അത് പറഞ്ഞ പ്രോട്ടോടൈപ്പ് ബൈക്സ് ഇതെല്ലാം ഇതാണ്. ഓരോ ദിവസം ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അടുത്ത ഇന്ന് ക്വാളിഫൈങ്ങിന് ഇറങ്ങുന്നതായിരിക്കും നാളെ വരുമ്പോൾ ഉള്ള വിംഗ്ലെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർക്കത് മാറ്റാം. ഒരു ലിമിറ്റേഷൻ കാണും ഓഫ് കോഴ്സ്, ഇത്ര സംഭവങ്ങളെ പറ്റൂന്ന്. പിന്നെ പറഞ്ഞ പോലെ കൺസെഷൻ ഉണ്ട് യമഹയ്ക്കും ഹോണ്ടയ്ക്കും, കാരണം അവർ അത്ര അണ്ടർ പെർഫോമിംഗ് ആയി ഒരു ടൈം, ഭയങ്കര മോശമായിരുന്നു. അത് ശോകമായി, ഒരു കോമ്പറ്റീഷൻ ഇല്ലാതായി. സോറി അപ്രിലെ ഹോണ്ട അല്ല, ഹോണ്ടയും യമഹയും. ഈ വർഷത്തെ കാര്യം പറയണ്ട, അടുത്ത മുന്നത്തെ വർഷത്തെ കാര്യം. മുന്നത്തെ വർഷത്തെ കുറേ നാള് അപ്രിലേക്ക് കൺസെഷൻ ഉണ്ടായിരുന്നു, കുറേ നാൾ എന്ന് വെച്ചാൽ അപ്രിൽ വന്ന ടൈമിൽ, മോട്ടോ GP വന്ന ടൈമിൽ, ആ ടൈമിൽ കുറച്ച് ഡെവലപ്മെന്റ്. ഇപ്പോൾ ഒരു പുതിയ ടീം വരുവാന്ന് വിചാരിച്ചു, ഫോർ എക്സാമ്പിൾ BMW എന്ന് വരുവാണെങ്കിൽ അവർക്ക് കൺസെഷൻ കാണും ആ ഒരു പേസിലോട്ട് എത്താൻ വേണ്ടി. പിന്നെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള, പക്ഷെ അത് ആക്ച്വലി വർക്ക് ആവുന്നുണ്ട്. കാരണം ഈ പ്രാവശ്യം ഹോണ്ടയൊക്കെ നല്ല ബെറ്ററായി. കാസ്ട്രോൾ പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു തോന്നുന്നു ഹോണ്ട. അലേഷ് എസ്പാർഗോ അഗൈൻ പുള്ളി വരാൻ വേണ്ടി. മിറർ എനിക്ക് തോന്നുന്നു മിററിന്റെ ക്രാഷ് ഞാൻ കണ്ടായിരുന്നു. അത് ആക്ച്വലി വൈഡ് പോയി, ബിക്കോസ് ഫ്രണ്ടിൽ പോയ ബൈക്ക് വൈഡ് പോയി. അപ്പോൾ പുള്ളി ആ ബൈക്കിന് നോക്കി പോയി ടാർഗറ്റ് ഫിക്സഡ് ആയിരുന്നു. അതിനകത്ത് കമന്റേറ്റേഴ്സും അങ്ങനെയാണ് പറഞ്ഞത്. ലൈക്ക് അയാൾ വൈഡ് പോയപ്പോൾ പുള്ളിയും പോയി. എന്നിട്ട് അത് ആക്ച്വലി ഒരു കോമൺ ഇഷ്യൂ ആണ് ഈ ലൈക്ക് ടാർഗറ്റ് ഫിക്സേഷൻ. ഫ്രണ്ടിൽ പോകുന്ന ആളെ നോക്കും, അയാൾ വൈഡ് പോയി ഇയാളും പോകും. നീ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അല്ല അവര് പോകുന്നു മോട്ടോ GPയിൽ ഇരിക്കുന്നത്, പിന്നാണ് പുള്ളിക്കാര കുന്നംകുളം റൈഡേഴ്സ് പോകാതിരിക്കുന്നത്. അപ്പം അതാണ് ഫാബിയോ. ഞാൻ അവസാനം ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ്, ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ഫാബിയെ കുറിച്ച്. വാ തുറന്ന ഫാബിയോ എന്നാ കുറെ നാളായില്ലേ പറഞ്ഞിട്ട്. ശരിയാ, ഇന്ന് അതെ ഫാബിയോ ഈ ഹെൽമെറ്റ് മേടിച്ചു. ഈ വർഷം ഇനി ഫാബിയോ ഇങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഫാബിയോ ഇറ്റ് ഫീൽസ് സോ ഗുഡ് ടു ബി ഇൻ ദ ഫ്രണ്ട്. ആക്ച്വലി ആ റേസ് തുടങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല 11 ലാപ്സ് പുള്ളി ലീഡ് ചെയ്യുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയും നേരം ആ എമ കൊണ്ട് പുള്ളി പിടിച്ചിരിക്കുന്നത്. അത് ലൈക്ക് എക്സെപ്ഷണലി ടാലന്റഡ് റൈഡർ ആണ് ഫാബിയോ. ഫാബിയോ ടാലന്റഡ് ആണ് ഒബ്വിയസ്ലി, അത് വേൾഡ് ചാമ്പ്യനും ആണ്. ഇപ്പം ഒരു ഡുക്കാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഹി ക്യാൻ ഡു മാജിക്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് ഇൻ 2021. ആൻഡ് പെക്കോയും ഫാബിയോയും ലൈക്ക് പെക്കോ ലാസ്റ്റ് ലാപ്സിൽ എനിക്ക് തോന്നുന്നു 0.6 വ്യത്യാസം, 0.7 0.6 അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് പെക്കോ ക്ലോസിങ് ചെയ്യുമ്പോഴത്തേക്കും ടേൺ 5 ഫാബിയോ ഫാസ്റ്റ് ആണ്. ഫാബിയോ ഭയങ്കര ഫാസ്റ്റ്. അത് ആ ലൈൻസ് എടുക്കുന്നത് ഫാസ്റ്റ് കോർണർ ആണ് 5 ഭയങ്കര ഫുൾ ട്രാക്ക് യൂട്ടിലൈസ് ചെയ്യും. ഇവിടെ നിന്ന് പുള്ളി റൈറ്റ് ലെഫ്റ്റിൽ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. 25 ബൈക്കിന്റെ അടുത്ത പ്രശ്നം അതാണ്. അപ്പോഴാണ് പെക്കോ പറയുന്നത് പെക്കോയ്ക്ക് ഫ്രണ്ട് ലോക്ക് ആവുന്ന ഫീൽ, എസ്പെഷ്യലി ഫാസ്റ്റ് കോർണേഴ്സിൽ മീൻസ് ഒരു സ്റ്റേബിൾ അല്ലാന്ന് ബൈക്ക്. പുള്ളി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ലാസ്റ്റ് ഇയർ GP24 7 and 8 11 and 12 പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇത്തവണ അതിൽ സ്ട്രോങ് അല്ല. ഈ ബൈക്കിന്റെ ഫ്രണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആണ്. പുള്ളിക്ക് ബൈക്കിന്റെ ഫ്രണ്ടിൽ കൂടുതൽ വെയിറ്റ് വേണം എന്ന് പറയും. അടുത്ത ഇതുകൊണ്ട് പെക്കോ പറഞ്ഞ സജഷനാ, വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഇനി ഓരോരോ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ആയിട്ട് വേണമെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്തോ അങ്ങനെ ടെസ്റ്റ് ചെയ്യാവുന്നത്. കാരണം ഇപ്രാവശ്യത്തെ അലക്സ് മാർക്കസിന്റെ ടൈമും മീൻസ് ഡേറ്റയും ഇവന്റെ ബാഗ്നായയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റയും കൂടെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിമാ. പക്ഷേ ഇപ്പോൾ 25 റൈഡ് ചെയ്യുന്നത്
ആ ഡേറ്റുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ ബൈക്കിന് ഒബ്വിയസ്ലി അവിടെ പിന്നെ ജിനന്റോണിയോയും പറഞ്ഞെന്ന് മീൻസ് ബൈക്കിന് പക്ഷെ ജിനന്റോണിയോ നൈസായിട്ട് ഫാബിയോ ചിലപ്പോ ഫാബിയോയുടെ ബൈക്ക് ഞാനൊന്ന് ഓടിച്ചു നോക്കാം എന്ന് പുള്ളി നൈസായിട്ട് അതിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഞാൻ പിന്നെ ജിന്ന ആണെങ്കിൽ 24 ബൈക്ക് ഓടിച്ചിട്ടില്ല. 23 നേരെ 25 ആകെ എനിക്ക് തോന്നി ഇപ്പോൾ ഉള്ളത് ഓടിക്കുന്നത് ബാനിയെ മാത്രമേ ഉള്ളൂ അല്ലേ 24-25 ഓടിക്കുന്നത്. മാർക്കസ് ആണെങ്കിൽ പോലും 23 കഴിഞ്ഞാൽ 25 മാർക്കസ് 24 ഓടിച്ചില്ല. മേ ബി ടെസ്റ്റിന് വല്ലതും ഓടിച്ചിട്ടുണ്ടായിരിക്കും, മറ്റേ മീൻസ് വിന്റർ ടെസ്റ്റിന്റെ സമയത്ത് വല്ലതും ടെസ്റ്റ്. അല്ലാതെ വേറെ ആരുമില്ല. മാർട്ടിൻ പോയി. പിന്നെ ആരാ പറയാനുള്ള നമുക്ക് ഫിനിഷ് ചെയ്തു ഏപ്രിൽ. ഞാൻ ഈ റോൾ ഫെർണാണ്ടസിനെ ശ്രദ്ധിക്കാറില്ല. പുള്ളി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പുള്ളി ഭയങ്കര സീനായിരിക്കും. കാരണം അല്ല റോൾ ഫെർണാണ്ടസ് മറ്റേ അഗ്വറോയുടെ ടീംമേറ്റ് അത് അഗുസ്തോ പുള്ളിയാ V4 ഓടിച്ചത്. ആണോ? നൈസ്. ടെസ്റ്റ് ചെയ്ത പുള്ളി പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ക്രാഷ് V4. അതുകൊണ്ട് ഞാൻ അത്ര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചില്ല ടെസ്റ്റിംഗില്. പറഞ്ഞാണ് കേട്ടോ ഇതങ്ങാണ് നീ കുറെ നാളെ വണ്ടി തെള്ളിയിടുന്നു. ഇതങ്ങാണ് തെള്ളിയിട്ടല്ല ഇവിടെ ഇരുത്തുന്നു രാത്രി ദിവസം ഉണ്ടല്ലോ ഇപ്പൊ എമഹയില്. പുള്ളി കാണാൻ വരുന്നുണ്ടായിരുന്നു. കാണാൻ ഞാനും കണ്ടതേ. സന്തോഷമായി. ആനന്ദക്കണിയാ. ആക്ച്വലി എന്താണെന്നറിയോ, കാൾ ക്രച്ച്ക്ലോ ഇല്ലേ അവരുടെ ടെസ്റ്റ് റൈഡർ. പുള്ളി ആരും കണ്ടിട്ടില്ല, കുറെ നാളായിട്ട് പോയേക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ. അത് എമഹയും തപ്പിക്കൊണ്ടിരിക്കും അയാൾ എന്താന്ന്. അതിന് വേറാണ് ഡോവിസിയോസ് വന്നത്. മീൻസ് പുള്ളിയാണ് ഇപ്പൊ കറന്റ് ടെസ്റ്റ് റൈഡറിന് അവർക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ കവർ ചെയ്യും. അലക്സ് മാർക്കസ് ജയിച്ചപ്പോ അലക്സ് ഹോം റേസ് ആയതുകൊണ്ട് മാർക്കസ്മാരുടെ അമ്മ വന്നു. ശരിയാ. ഭയങ്കര ആനന്ദ കണ്ണീരായിരുന്നു പുള്ളിക്കാരി. പുള്ളിയുടെ അച്ഛനുണ്ടല്ലോ അവസരവാദി. പുള്ളി മാർക്കസ് വരുന്നില്ല, അവൻ പോയി മാർക്ക് പോയി. അതാ പിന്നെ അലക്സ് ആവട്ടെ. പുള്ളി പോലെ ഡുക്കാറ്റിയുടെ ഗാരേജിൽ ഇനി ഇരിക്കണ്ട, പുള്ളിയുടെ കുറച്ച് സംഭവം ഉണ്ട്. പുള്ളി ഓടിച്ചോ 2 ടീഷർട്ട് ഇട്ടോണ്ട് വരും. മാർക്കസാണ് ഫസ്റ്റ് തുടങ്ങി ചോപ്പൻ ഇട്ടേക്കാം. ഇത് പറഞ്ഞെങ്കിലും പുള്ളി എപ്പോഴും ക്രിസ്റ്റീനോയുടെ ടീഷർട്ട് തന്നെ ഇടാറ്. എന്താണെന്നറിയില്ല. അല്ല ലൈക്ക് മാർക്കസിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റില് ഒരു ചാൻസ് കൊടുത്ത് ഗ്രഷീനിയാണ്. അപ്പം ഈവൻ മാർക്ക് ട്രീറ്റ്സ് ദം ലൈക്ക് ഫാമിലി. ശരി. അയാളുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് കരിയറില് ഗ്രഷീനി അയാളെ എടുത്തു. ഗേവ് ഹിം എ റിയലി ഗുഡ് ബൈ. GP23 ബെറ്റർ ദൻ ഹോണ്ട എനി ഡേ. ആൻഡ് ഇപ്പോഴും അവര് നല്ല കണക്ഷനാണ്. ആൻഡ് അപ്പാരന്റ്ലി അവര് ദേ ആർ ലൈക്ക് ഫാമിലി. ജെന്യുവൻലി ഈ മാർക്കസ് ബ്രദേഴ്സ് തമ്മിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുള്ളി അവിടെ വീണ് കഴിഞ്ഞിട്ടും ആ സംഭവമൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്നു. മാർക്കസ് വന്നു മറ്റേ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ അപ്പം അലക്സ് മാർക്കസിനോട് കമന്റേറ്റേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അലക്സ് മാർക്കസ് പറഞ്ഞു, ഞാൻ ജയിച്ചതിന് എനിക്ക് ഹാപ്പിനെസ് ഇല്ലേ, അതിനേക്കാളും സന്തോഷമായിരിക്കും മാർക്കസിന് ഇപ്പം ഞാൻ ജയിച്ചിരുന്നത്. കാരണം വേറൊരു കാരണമാണ് നമുക്ക് ചില സമയത്ത് വിഷമം തോന്നും. കാരണം അലക്സ് മാർക്കസ് 2 ടൈം വേൾഡ് ചാമ്പ്യൻ ആണ്. പക്ഷേ ഈസ് ഓൾവേസ് ബ്രദർ ഓഫ് മാർക്ക് മാർക്കസ് എന്നാണ് അറിയപ്പെടുന്നത്. മാർക്ക് മാർക്കസ്. പക്ഷേ ഐ മീൻ ലൈക്ക് ഗ്രഷീനി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു തോന്നുന്നു. പുള്ളി ലൈക്ക് ഹി സ്റ്റിൽ സെലിബ്രേറ്റ്സ് വിത്ത് ഗ്രഷീനി. ഡുക്കാറ്റിയുടെ കൂടെ ആണെങ്കിൽ പോലും ലൈക്ക് എനിക്ക് തോന്നുന്നു ഈ സീസണ് മുന്നത്തെ ഡിന്നറിന് പോയപ്പം ഐ തിങ്ക് പുള്ളി ഹി സ്റ്റിൽ സാറ്റ് വിത്ത് ഗ്രഷീനി അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അലക്സ് മാർക്കസ് തിരിച്ചു വന്നില്ല സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലോറസൻ ഡ്രസ് ഇട്ട് കുറെ പേര് കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്ന പോലെ കണ്ടത്. VR46 ആയിരുന്നു അറിയില്ല. ഞാൻ ജസ്റ്റ് റാൻഡംലി ഒരു ഗ്ലിംസ് പോലെ ഇങ്ങനെ കണ്ടു. അലക്സ് മാർക്കസിന്റെ ആണോ മാർക്ക് മാർക്കസിന്റെ ആണോ മറ്റേ ഫാൻസ് ഇരിക്കുന്ന എന്തോ അതിന് പറയുന്നത് ഫാൻസിന്റെ സ്റ്റാൻഡ് നോക്കിട്ട് ലാസ്റ്റ് ലാപ്പില് അടിച്ചിട്ട് അലക്സ് മാർക്കസ് ഞാൻ ചോദിച്ചു. അത് 2 seconds 2.6 എന്തോ ഉണ്ടായിരുന്നു ലാസ്റ്റ് ലാപ്പ് ഒക്കെ. പക്ഷെ എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ലാപ്പ് പെക്കോ കയറുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഫാബിയോ വാസ് റൈഡിങ് ഓൺ എ ഡിഫറെന്റ് ലെവൽ. ഞാനും ആക്ച്വലി വിചാരിച്ചായിരുന്നു പെക്കോ. പക്ഷെ പെക്കോ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മൾ ടൈം നോക്കുമ്പോഴത്തേക്ക് 0.5 അല്ലെ 0.5 എസ്പെഷ്യലി ഇച്ചിരി സ്ട്രേറ്റ്സ് കിട്ടിയ ഡുക്കാറ്റി ക്ലോസിംഗ് ചെയ്യും അപ്പോഴത്തേക്ക്. പക്ഷെ ഫാബിയോ പോവും. സ്ട്രേറ്റ് യമഹ ട്രാക്ടറാ കമ്പാരിറ്റീവ്ലി. ഞാൻ പറഞ്ഞില്ലേ യമഹ എങ്ങനെയെങ്കിലും ഒരു ഡുക്കാറ്റിനെ. പക്ഷെ എനിക്ക് അറിയില്ല നെക്സ്റ്റ് റേസ് പോലെ യമഹയുടെ പെർഫോമൻസ് ഇത് തന്നെ ആയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. ലൈക്ക് കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം.
എന്നാലും ട്രാക്ക് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇവിടെ ആണെങ്കിൽ റെഡ് ബുൾ റിംഗിൽ പോയി കഴിഞ്ഞാൽ ഫാബിയോ എന്താ കാണിച്ചാലും ഇപ്പോഴത്തെ വണ്ടി വെച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നു പറയാൻ. കാരണം റെഡ് ബുൾ റിംഗ് ഫുള്ള് അതിനെ ഡ്രാഗ് സ്ട്രിപ്പ് എന്നാണ് വിളിക്കുന്നത്. ഫുൾ സ്ട്രെയിറ്റ്സ് ആണ്. അതിന് ഡുക്കാറ്റിയുടെ ഡുക്കാറ്റിന്റെ ഹോം ട്രാക്ക് പോലെ അവർ അത് കൺസിഡർ ചെയ്യുന്നത്. അല്ലേ ഡുക്കാറ്റിയുടെ കളി. ഇപ്പൊ ഫസ്റ്റ് ടോപ്പ് 5 ഒക്കെ എടുക്കുമ്പോൾ മിക്കവാറുള്ള എല്ലാ ഡുക്കാറ്റി തന്നെ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു യമഹൊക്കെ വരുന്നത്. സ്പ്രിന്റ് ആദ്യത്തെ ടോപ്പ് 6 ഡുക്കാറ്റീസ് ആയിരുന്നു സ്പ്രിന്റ് റേസിൽ. ഓസ്ട്രിയ റെഡ് ബുൾ അല്ലേ? അതെ അതെ. അല്ല ഞാൻ എന്താ പറയാൻ വന്നേ, ഫാബിയോ ജയിച്ചപ്പോഴത്തേക്ക് യമഹയ്ക്ക് മറ്റേ ചാമ്പ്യൻഷിപ്പ് അടിച്ച സന്തോഷമായിരുന്നു. എനിക്ക് ഫാബിയോ വേൾഡ് ചാമ്പ്യൻ ആയതിനേക്കാളും സന്തോഷം കഴിഞ്ഞ ദിവസം ഫാബിയോ ജയിച്ചപ്പോഴായിരുന്നു. ആഫ്റ്റർ 560 days ഫാബിയോ ബാക്ക് ഇൻ പോഡിയം. ഫാബിയോയുടെ റൈഡിങ് സ്റ്റൈൽ ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. യമ ആക്ച്വലി ഒരു പ്രതി നല്ല ബൈക്കാണ്. മീൻസ് ഇതെല്ലാം നല്ല ബൈക്സ് ആണ്. ജസ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ബൈ. അല്ലല്ല ഞാൻ പേസിലല്ലോ ഉദ്ദേശിച്ചത്, ഞാൻ കാണാൻ. എനിക്ക് ആക്ച്വലി ഫാക്ടറി ബൈക്കിനെക്കാട്ടിലും ഇഷ്ടം പ്രമാക്കിന്റെ യമഹയാണ്. ശരി, മില്ലറിന്റെ വണ്ടി എനിക്ക് ഇഷ്ടം. എനിക്ക് പക്ഷേ ഈ ഫാബിയോയുടെ വണ്ടി ഇഷ്ടം. ഫാബിയോയുടെ റെഡും ആ ബ്ലൂയുടെ കോംബോ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. സ്പൈഡർമാൻ. അലക്സ് റിൻസിന് അത്ര ഇഷ്ടമല്ല. അലക്സ് റിൻസ് യെല്ലോ വരും അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് അലക്സ് റിൻസ് ക്രാഷ് ആയിരുന്നു. അലക്സ് റിൻസ് ക്രാഷ് ആയിട്ട് എന്തായിരുന്നു, മറ്റേ എയർ ബാഗിന്റെ അകത്തൂടെ എയർ ബാഗ് പൊട്ടിച്ചെന്നാ തോന്നുന്നത്. പുള്ളിനെ കാണാനല്ലേ എയർ ബാഗിന്റെ അകത്തൂടെ ഇങ്ങനെ പോയി. എന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി അവൻ എഴുന്നേറ്റ് വരും, അവൻ എഴുന്നേക്കുമോ എന്തോ. എഴുന്നേറ്റ് ചത്തിട്ടില്ല എന്നൊക്കെ. അത് എന്നിട്ട് പുള്ളി അതിനിട്ട് ഇത്രയും വലിയ ക്രാഷ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ TNT സ്പോർട്സ് ഇല്ലേ, അവരിങ്ങനെ കമന്ററി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ സൈഡിൽ കൂടെ അലക്സ് റിൻസ് ഒരു ചെറിയ സ്കൂട്ടർ പോകുന്നത്. അപ്പൊ കമന്റേറ്ററെ അതാരപ്പോ പോയി ഇതിലൊക്കെ കൊണ്ടുവന്ന മെഡിക്കലിന്റെ അടുത്തൊക്കെ. എന്നിട്ട് യമഹയിൽ അപ്പൊ അവർ ചോദിച്ചാൽ പറഞ്ഞ കയ്യിലൊരു ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് അലക്സ് റിൻസ് പറഞ്ഞു കുഴപ്പമില്ല സ്പ്രിന്റ് ഓടിക്കാം. എനിക്കത് കണ്ടപ്പോ പറഞ്ഞപ്പോ ഇങ്ങനെ ആദ്യൊരു പണ്ട് ഞാൻ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു അറിയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനിതേപോലെ അന്ന് അവന് ഒരു അപ്പാച്ച ഉണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ കവടിയാറി കൂടെ അന്ന് ട്രിവാൻഡ്രത്തെ ഫുൾ മറ്റേ കട്ട സ്കിഡിലെ റോഡ് സ്ട്രീറ്റ് കവടിയാറി കൂടെ ഇങ്ങനെ പോയിട്ട് കൺട്രോൾ പോയിട്ട് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഒരു ഓട്ടോയിൽ കയറി ഇടിച്ച് ഓട്ടോയുടെ ബാക്കിൽ കൂടെ കയറി ഫ്രണ്ടിൽ കൂടെ വന്നിരുന്നു. ഓട്ടോക്കാരെടുത്തുന്നുണ്ട് പോവാം ചേട്ടാ അത് വണ്ടി വിടുന്നേ ഹോസ്പിറ്റലിലോട്ട്. അതായിരിക്കും ഓർമ്മ. ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണേ. വേറെ കുറച്ച് അതിന്റെ ശേഷം കുറച്ച് പരിപാടിയാണ് ഇവിടെ പറയുന്നില്ല. പിന്നിപ്പോ എന്താ നമുക്ക് റേസിനെ പറ്റി വേറെ എന്തൊക്കെയായിരുന്നു ഹൈലൈറ്റ് ഉള്ളത്? ഇതൊക്കെ തന്നെ ആയിരുന്നു, ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇന്ന് ഫാബിയോടെ ഉത്സവമായിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അലക്സ് മാർക്കസ് 1 point. 4 points. 4 അല്ല 1 ആണ്. കാരണം മാർക്കസ് ലാസ്റ്റ് എന്തൊക്കെയോ ഉരുട്ടി 16 എത്തി. അത് അടിപൊളിയാണ്. 16 ആണോ 14 എന്തോ 4 points. പിന്നെ അലക്സ് മാർക്കസ് പെക്കോ ബെഗ്നായ ഇവർ മൂന്നുകൊണ്ട് ടോപ്പ് നിൽക്കുന്നത്. അതിന്റെ താഴെ മോർബി എന്ന് തോന്നുന്നില്ലേ, ഫ്രാങ്കോ മോർബിലി. അതിന്റെ താഴെ ഫാബിയോ ആണെന്ന് തോന്നുന്നു 50 points. ക്വാർട്ടർ ആണ് അല്ലേ? അലക്സ് മാർക്കസ് ഫാബിയോ അല്ലേ 5th ഇപ്പം ചാമ്പ്യൻഷിപ്പില്. സെക്കൻഡ് മാർക്കസ്, തേർഡ് ബഗ്നായ, ഫോർത്ത് മോർബിഡെല്ലി, ഫിഫ്ത്ത് ജിൻ ആന്റോണിയോ, സിക്സ്ത് ക്വാർട്ടറാറോ. ജിന്നയാണ് 5th. അപ്പൊ ഫാബിയോ എത്രയാ? 6th. പക്ഷേ യമഹയുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഇനിയുള്ളത്. കാരണം ഫെമിനാൽ ലീഗർ അല്ലേ, അവൻ ആക്ച്വലി കയറി വരും. അതെ അതെ അതെ. അപ്പോ ഇപ്പൊ ഉള്ളത് ഫസ്റ്റ് ഡുക്കാറ്റി, സെക്കൻഡ് ഡുക്കാറ്റി, തേർഡ് ഡുക്കാറ്റി, ഫോർത്ത് ഡുക്കാറ്റി, ഫിഫ്ത്ത് ഡുക്കാറ്റി, സിക്സ്ത് യമഹ. അപ്പം ഡുക്കാറ്റീസിന്റെ വീട് ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സില് ടോപ്പ് ലൈക്ക് അറിയില്ല as of now. ലൈക്ക് ഐ മീൻ ലൈക്ക് അങ്ങനെയല്ല, റൈഡർ സ്റ്റാൻഡിങ്ങില് ഡുക്കാറ്റി കഴിഞ്ഞാൽ പിന്നെ യമഹയാണ്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പുറത്ത് വിന്യാലയും ആഞ്ഞു പുഷ് ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ പെർഫോം ചെയ്യുന്നില്ല. ഒറ്റ ലാപ്പിൽ ഫാബിയോനെയും പിടിച്ചൊരു ഡോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഇവന്മാർ എന്താ കഴിക്കുന്നതെന്ന് പറയാനായിട്ട്. അല്ലാതെ ആ വണ്ടീനെ കൊണ്ട് ഇത്ര പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനേൽസ് ആണ് ഔട്ട് ഓഫ് നോവെയർ. ഒരു സുപ്രഭാതത്തിൽ വിനേൽസ് നന്നായിട്ട് ഓടിക്കും. അയാളുടെ മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു പുള്ളിയെ ഒരു ഇതാക്കി ഇടയ്ക്ക് വരും. പക്ഷെ പുള്ളിയാണ് കഴിഞ്ഞ 2 റേസിൽ ടോപ്പ് KTM ആയത്. ഇപ്രാവശ്യം വിന്യാലസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വന്ന KTM പിന്നറിന്റെ മെയിൻ റേസിൽ. അത് കഴിഞ്ഞിട്ടുള്ള അക്കോസ്റ്റ അവരുടെ മെയിൻ ഹൈലൈറ്റ് പോയി. ബീസ്റ്റിനെ കണ്ടിട്ടില്ല. കാരണം അക്കോസ്റ്റ ആദ്യം കുറെ കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പ് 10 ഫിനിഷേഴ്സ് ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ടാലന്റിനൊത്തല്ല പുള്ളി ഇപ്പോൾ ഓടിക്കുന്നത്.
നമുക്ക് നിർത്താം. അരമണിക്കൂർ ഇത്രയും നേരം ഒന്നും ആരും കേട്ടോണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അടുത്തെവിടെ? അടുത്ത റേസ് എവിടെ? മോട്ടോ ജിപ്പിനെ പോകും. മറ്റേ റിവ്യൂ നടത്തുക. അടുത്ത റേസ് എവിടെ അതറിയത്തില്ല. എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കും. ഫാബിയോ റേസ് സാർക്കോടെ പൊതിഞ്ഞടിയായിരിക്കും അവിടെ. എന്തടി? അല്ല ശരിയാ, അല്ല രണ്ടുപേരോടെ ബാക്കിൽ. ഞാൻ 10th അല്ല ഞാൻ 10th. ഓക്കെ അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാമല്ലോ. ലെറ്റ്സ് വൈൻഡപ്പ്. അപ്പോൾ നീ പറയണം, നീ സ്ഥിരം പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പറഞ്ഞു. ഞാൻ മറന്നു പോയത്. ലൈക്ക് സബ്സ്ക്രൈബ്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഇല്ല, ലൈക്കില്ല, ഒന്നുമില്ല, കാണുന്നില്ല. ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, കേൾക്കാൻ ഫണ്ണാണ്. ഞങ്ങളോട് ഇങ്ങനെ ചളിയൊക്കെ അടിച്ചിരിക്കാൻ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്, നിങ്ങളുടെ റൈഡേഴ്സിന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാർക്കസിന്റെ കഥ മാത്രമല്ല വേണം, എന്റെ കഥയും ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഈ സോഫയിൽ ഇരുന്ന് കഥ പറയാൻ നിർത്തിയിട്ട് ബൈക്ക് ഓടിച്ച് കഥ പറയാൻ. സുനാപ്പിയൊക്കെ ഒന്ന് എടുത്ത് ഓടിക്കണമല്ലോ. വെതർ മോശം, കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടല്ലേ. വിന്റർ ബ്രേക്കില്ല, ഞങ്ങള് കുറെ നാളായിട്ട് വിന്ററാ. ഒരു രക്ഷയില്ലാത്ത വിന്ററാ, സമ്മറിലൊരു വിന്ററാ. അപ്പോൾ നൃത്തം കുറേ ആയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഉടനെ തന്നെ വരും. വരേണ്ടതാണ്. വരും. അപ്പോൾ ശരി, ഓക്കെ.